ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവായ ദൈവം നാലാമതായി അബ്രാഹാമിന് നൽകുന്ന വാഗ്ദാനമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹം ലഭിച്ചവനെ ഒരു അനുഗ്രഹമായി ഉയർത്തുകയാണ് ദൈവം ചെയ്തത്. ഇത്രയും നാൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച അബ്രാഹാം ഇതാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി ഉയർത്തപ്പെടുകയാണ്. വെറും അബ്രാഹാം ഇതാ അബ്രാഹമായി രൂപാന്തരപ്പെടുകയാണ്. ഇങ്ങനെ ദൈവാനുഗ്രഹമായി മാറുവാൻ അബ്രാഹാമിന് സാധിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഉൽപ്പത്തി പുസ്തകം അധ്യായം 26 5-ാമത്തെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം അധ്യായം 26-ാമത്തെ തിരുവചന പ്രകാരം പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14-21-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. നിയമാവർത്തന പുസ്തകം അധ്യായം 39-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സഭാമക്കളായ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹം ആകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ മറ്റുള്ളവർക്ക് ദൈവാനുഗ്രഹം പകർന്നു കൊടുക്കുന്നവനാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അന്യോന്യവും മാതാപിതാക്കൾ കുട്ടികളിലേക്കും ഒക്കെ അനുഗ്രഹം പകർന്നു കൊടുക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നമ്മൾ ദൈവാനുഗ്രഹം പകർന്നു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം ഒക്കെ ആ വലിയ അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകളായി മാറും. അതുവഴിയായിട്ട് നമ്മെ തന്നെ നമുക്ക് ദൈവത്തിലേക്ക് ഉയർത്തുവാനും ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുമുള്ള കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം. കർത്താവേ, കടന്നു വരണമേ. മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുവാനായിട്ട്, ഒരു അനുഗ്രഹമായി മാറുവാനായിട്ട് വിളിക്കപ്പെട്ട എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സഭാജീവിതത്തിൽ, എൻ്റെ സമൂഹ ജീവിതത്തിൽ, എൻ്റെ എല്ലാ മേഖലകളിലും കർത്താവെ ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയേക്ക് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.